അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 3-ാം ക്ലാസ് തജ്വീദ്, 1-ാം പാഠം അൽ ഫുർഖാനുൽ അലീം. പാഠത്തിൻ്റെ പേര്. പാഠഭാഗം നമുക്ക് നോക്കാം. അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ്. അതിന് ഖുർആൻ ഷരീഫ് എന്നും ഫുർഖാനുൽ അലീം എന്നും പറയും. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ട കിതാബാണത്. 23 വർഷം കൊണ്ട് വിവിധ ഘട്ടങ്ങളിലായി അത് ഇറക്കപ്പെട്ടു. മാറ്റത്തിരുത്തലുകളില്ലാതെ ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കും. ഇതര ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കിതാബ് എല്ലാ കാലത്തേക്കും അനുയോജ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്താണിത്. ഖുർആൻ ഓതുന്നത് കേൾക്കലും അതിലേക്ക് നോക്കലും പ്രതിഫലമുള്ളതാണ്. തജ്വീദിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഖുർആൻ ഓതാവൂ. ഖുർആൻ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഓതാൻ അള്ളാഹു നമുക്കെല്ലാം അനുഗ്രഹം നൽകട്ടെ. പാഠത്തിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. ഉത്തരം പറയാം. ചോദ്യം 1. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് ഏത്? ഉത്തരം വിശുദ്ധ ഖുർആൻ. ചോദ്യം 2. ഫുർഖാനുൽ അലീമിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? ഉത്തരം ഖുർആൻ ഷരീഫ്. ചോദ്യം 3. അവസാനമായി ഇറക്കപ്പെട്ട കിതാബ് ഏതാകുന്നു? ഉത്തരം വിശുദ്ധ ഖുർആൻ. ചോദ്യം 4. വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടു എത്ര വർഷം കൊണ്ട്? ഉത്തരം 23 വർഷം കൊണ്ട്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ചില സെൻറ്റൻസുകൾ ഇങ്ങനെ നമുക്ക് വായിക്കാം. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന മുഅ്ജിസത്താണ്. വിശുദ്ധ ഖുർആൻ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഓതണം. വിശുദ്ധ ഖുർആൻ കേൾക്കലും നോക്കലും പ്രതിഫലം കിട്ടുന്ന ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആൻ ഓതാനായി അനുഗ്രഹം ലഭിക്കട്ടെ. പാഠം വായിച്ച് മനസ്സിലാക്കുകയും പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ കൃത്യമായി പഠിക്കുകയും നോട്ടിൽ എഴുതുകയും ചെയ്യുക. ഒരു പാഠം വായിക്കുമ്പോൾ അതിനു മുമ്പുള്ള പാഠവും കൂടി വായിക്കാൻ ശ്രമിക്കുക. പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ പോയിന്റ്സുകൾ കുറിപ്പായി പ്രത്യേകം നോട്ടിൽ എഴുതി വെക്കുക.